ഇന്ന് വലുതായിട്ടൊന്നും കുക്കിംഗ് ചെയ്യേണ്ടാത്തൊരു ദിവസമാണ്. രാവിലെ ഒരു ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കി ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ചോറ് വെച്ചു. എന്നിട്ട് പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് മാറ്റി വെച്ചു. കാരണം ഇന്നലത്തെ കറിയും ഉപ്പേരിയും ഒക്കെ ബാലൻസ് ഉണ്ട്. പിന്നെ കുറച്ച് മീൻ പൊരിച്ചാൽ മാത്രം മതി. അടുക്കളയിൽ വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നലെ ഏട്ടൻ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഉപ്പേരി വെക്കാനുള്ളൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ വേണ്ടപ്പോൾ ഉപ്പേരിക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന്. അങ്ങനെ ആദ്യം ക്യാബേജ് എടുത്തു. ക്യാബേജിന്റെ നന്നില്ലാത്ത തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ട്, നമ്മൾ വീട് മാറിയതുകൊണ്ട് അച്ഛനമ്മനൊന്നും നോക്കാതെ സ്വന്തമായിട്ട് അങ്ങ് ജീവിക്കുകയാണോ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ വാങ്ങിയ പച്ചക്കറി പോലും അവിടെ നിന്നാണ് ഏട്ടൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരുമിച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടത്തേക്ക് വേണ്ടൊക്കെ അവിടെ കൊടുത്തിട്ട് ഇവിടത്തേക്ക് വേണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കലാണ് പതിവ്. പിന്നെ മിക്ക ദിവസങ്ങളിലും ഉച്ചക്കത്തെ ഫുഡ് അമ്മ ഉണ്ടാക്കിയിട്ടാട്ടോ ഏട്ടൻ കഴിക്കാനുള്ളത്. അതായത് പണി അവിടെ നിന്നായിരിക്കും. രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു രാത്രി 8 മണി 9 മണിയാകുമ്പോൾ ഏട്ടൻ തിരിച്ചു വരിക. അപ്പൊ പറയുമ്പോൾ ഏട്ടൻ ഇവിടെയാണെങ്കിലും ഏകദേശം ഒരു ദിവസത്തിന്റെ 3/4 ഭാഗം അവരുടെ കൂടെ തന്നെയാണ്. മാത്രമല്ല എനിക്കും അമ്മയ്ക്ക് ഇടയിലാണെങ്കിൽ പോലും അവിടുന്ന് ഒരുമിച്ചുള്ള ടൈമിൽ ഇല്ലാത്തതിനേക്കാൾ കുറച്ചുകൂടെ സ്നേഹവും ബഹുമാനമൊക്കെ ഇപ്പൊ മാറി നിന്ന ടൈമിൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം, നമ്മുടെ ബ്രാൻഡിന്റെ ലോഗോ 2-3 ദിവസത്തിനുള്ളിൽ റിവീൽ ചെയ്യും. അപ്പൊ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. വലുതായിട്ടുള്ള ഒരു ബിസിനസ് ഒന്നല്ല, എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ യൂട്യൂബിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്ന്. അങ്ങനെ ഒരു ചിന്ത ഉദിച്ചപ്പോഴേ ഫുഡ് തന്നെയായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഹോട്ടൽ തുടങ്ങാന്ന് വിചാരിച്ചു. പിന്നീട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ കൊണ്ടാവൂല എന്ന് തോന്നിയിട്ട്, അതായത് മോളെയും കൊണ്ട് ഒരു ഹോട്ടലൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് എന്ന് തോന്നിയിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് ഒരു ഫുഡ് ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പിക്കിളാട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്തായാലും നമ്മൾ ഈ ഒരു പച്ചക്കറിക്ക് അരിഞ്ഞ് 2-3 ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഫ്രിഡ്ജിനകത്ത് വെച്ച് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മാത്രം മതി. പിന്നെ 2-3 ആഴ്ചത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഈ ഒരു ചുവന്ന ചെരുപ്പൂട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വീട്ടിൽ നിന്നൊക്കെ നല്ല സേഫ് ആയിട്ട് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ചെരുപ്പാട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാന്ന് വെച്ച് മാറ്റി വെച്ചായിരുന്നു. പക്ഷെ എന്നോട് മറന്നുപോയി. ഈ തണുപ്പ് കൂടൊക്കെ കാല് വെറുതെ ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ ഈ ഒരു ചെരുപ്പിട്ട് നടക്കുന്ന സമയത്ത് കാല് കടച്ചിലൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ മോൾ ടാഗ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു.